നല്ല ഫാമിലി മൂവി, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല ഇമോഷൻസ് ഉണ്ട്, ഭയങ്കര ഒരു ടച്ചിങ് ആണ്. ചെറുതായിട്ടുണ്ട്, നല്ല സസ്പെൻസ് ഉണ്ട്. നല്ല പെർഫോമൻസ്, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. നന്നായി എന്തായാലും. നല്ല പടം, എല്ലാവരും കാണുന്നു. ഒരു ഇമോഷണൽ ഫാമിലി ത്രില്ലർ എന്ന് പറയാം. കാരണം നല്ല പെർഫോമൻസാണ്. ഷാജോൺ ആണെങ്കിലും ദിലീഷ് പോത്തൻ, അത് എല്ലാവരും നല്ല പെർഫോമേഴ്സിൻ്റെ ഒരു കാസ്റ്റാണ് ഈ സിനിമയിൽ. ലെനയാണെങ്കിൽ കനി കുസൃതി, സറിൻ ഷിഹാബ്, നല്ല പെർഫോമൻസുകളുള്ള ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു മിസ്റ്ററി മൂഡായിരിക്കും തോന്നിയെങ്കിലും നമുക്ക് കഥ അറിഞ്ഞിട്ട് പക്ഷെ അതിലേക്ക് പോലീസ് എത്തിച്ചേരുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് കഥയാണ്. കുറച്ച് സ്ലോ പേസ് ആണ്, എന്നാലും ആ ഒരു ത്രില്ലറുകൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയായിട്ടാണ് ഹൗസ് ഓഫ് പോത്തൻ. വിജയരാഘവൻ അടിപൊളിയാണ്. വിജയരാഘവൻ കൂടുതലായിട്ട് വന്നിരിക്കുന്ന ഷാജോണും ദിലീഷ് പോത്തനും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയിലാണ്, അവരുടെ ജ്യേഷ്ഠാനുജന്മാരായിട്ടുള്ള സീനിലാണ് വന്നിരിക്കുന്നത്. നല്ല പെർഫോമൻസ് ഉള്ള സിനിമയാണ്. കാസ്റ്റിൻ്റെ ഗംഭീര പെർഫോമൻസ് ഉള്ള ഒരു ഇമോഷണൽ മിസ്റ്ററി ത്രില്ലറായിട്ടാണ് ഇഷ്ടപ്പെട്ട സിനിമ. കുഴപ്പമില്ല, നല്ലൊരു ക്രൈം മൂവി. ദിലീഷ് പോത്തനും നമ്മുടെ വിജയരാഘവനും തകർത്തിട്ടുണ്ട്. നല്ലൊരു ക്രൈം. നമുക്ക് ഇങ്ങനെ ഒരു നമുക്ക് മനസ്സിലൊരു ഇങ്ങനെ എന്തോ ഒരു അതുപോലെ തോന്നും പടം. നല്ലൊരു ക്രൈം ആയിട്ട് തീർത്തിട്ടുണ്ട് പടം. അവസാനമൊക്കെ നന്നായിട്ടുണ്ട്. ദിലീഷ് പോത്തൻ അവസാനത്തെ സീനിലൊക്കെ ദിലീഷ് പോത്തൻ കയറി കലക്കിയിട്ടുണ്ട്. ഇവിടെ ഉഗ്രം പടം, നല്ല പടം. ഒരു ഇമോഷണൽ മൂവി. നമുക്കൊരു മനസ്സിലൊരു ഇത് തോന്നുക, എന്തോ ഒരു ഇത് കട്ടി പോലെ. അത് കുഴപ്പമില്ല, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. വിജയരാഘവനും ദിലീഷ് പോത്തനും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല പടം. നല്ല പടം. കേട്ടോ, എനിക്കിഷ്ടമായി. എനിക്കത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല, പക്ഷെ വളരെ നല്ല സിനിമ. ഐ എൻജോയ്ഡ് അ ലോട്ട്. ടോട്ടലി ഡിഫറെൻറ്റ് സിനിമ. എനിക്കത് പറയാനറിയില്ല, പക്ഷേ ഇറ്റ് വാസ് എന്താ പറയുക, നൈസ് ഫിലിം. കണ്ടിരിക്കാൻ നല്ല ത്രില്ലറാണ്. ഓക്കെ, നല്ല സിനിമയാണ്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ്. എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് പെർഫോമൻസ് അതിൻ്റെ മേക്കിംഗ് ആണ്. വിജയരാഘവനെ ആ സ്ക്രീൻ പ്രസൻസ് കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അതുപോലെ തന്നെ ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന ഒരു ദിലീഷ് പോത്തനെ സ്ക്രീനിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു പെർഫോമറാണ്. പുള്ളിയുടെ ആയിട്ടുള്ള സിംഗിൾ ഷോട്ട് പോലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഷാജോണ്, എനിക്ക് ഇവരുടെ മൂന്നുപേരുടെ പെർഫോമൻസ് പടത്തിൽ നിറഞ്ഞു നിൽക്കുന്നില്ല. ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഫാമിലി ഓറിയൻറ്റഡ് സ്ലോ ആണ്, സ്ലോ ഫേസിൽ ത്രില്ലറാണെങ്കിലും അതിൻ്റെ ആയിട്ടുള്ള ഒരു രസമുണ്ട്. ഒരു കുട്ടിക്കാലത്ത് ആണ് അതിൻ്റെ ലൊക്കേഷൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു തണുപ്പും അതിന് കാറ്റും അതൊക്കെ ആസ്വദിച്ച് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റിയ രീതിയിലാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. രസമാണ്. അസാധ്യ സിനിമ എന്നും പറഞ്ഞില്ലെങ്കിൽ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. അലനയുണ്ട്, ബാക്കി അതുപോലെ തന്നെ നമ്മുടെ ആട്ടത്തിലെ നായികയുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൊടുത്തിരിക്കുന്ന റോളുകൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. ഒരു മസ്റ്റ് വാച്ച് മൂവി എന്ന് പറയുന്ന ലെവലിൽ അസാധ്യ മൂവി അല്ലെങ്കിൽ മസ്റ്റ് വാച്ചാണ്. ഒരു കഥയുണ്ട്, അതൊരു ത്രില്ലർ ബേസിലാണ് ചെയ്തേക്കുന്നത്. സ്ലോ ആണെങ്കിലും രസമായിട്ട് തന്നെ തിയേറ്ററിൽ ആളെ പിടിച്ചിരുത്താൻ പറ്റിയിട്ടുണ്ട്. കൊള്ളാം.